നമസ്കാരം. കൃഷ്ണ കളരി മാർമ ഗുരുവിലെത്തിക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. പാരമ്പര്യമായ നമ്മുടെ അഭ്യാസമുറയിൽ ഒരു മർമ്മ അഭ്യാസമുറയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ ആ ഒരു മാതൃക വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. നോക്കിയേ, സാധാരണ രീതിയിൽ കയ്യിൽ ഇങ്ങനെ കഴുത്തിൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് അങ്ങനെ പിടിക്കും. ആ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ കഴുത്തിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് വിടിയിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇതിങ്ങനെ വിടിയിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. അതാണ് വെച്ചാൽ ഇത് ലോക്ക് ചെയ്ത് ഇങ്ങനെ കഴുത്തിൽ ഈ ഭാഗത്തും കൂടി ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നമുക്ക് രണ്ട് കൈയും ഫ്രീ ആണ്. എത്ര ലോക്ക് ചെയ്താലും ഈ കഴുത്തിൻ്റെ മെയിൻ പോയിന്റ് ടൈറ്റ് ആവുകയും ശ്വാസം കിട്ടാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള രീതിയാണ് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് ഒരു 90 സെക്കൻഡിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഈ മർമ്മവിദ്യകളുടെ ടെക്നിക്ക് അതിലുള്ളത്. അതാണ് പാരമ്പര്യ കലയുടെ രീതികൾ. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചോ, നോക്കി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഈ കൈ കൊണ്ട് നോക്കിയാൽ അതിന് വേണേ ഇങ്ങനെ ഇടിക്കാം. അതല്ലാതെ തന്നെ കൈ കൊണ്ട് തന്നെ ഈ ഒരു കൈ കൊണ്ട് താക്കുക, ഒന്നും വേണ്ടതാ. ഒരേ ഒരു വിരല് വേണ്ട ഒരൊറ്റ വിരല് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. തള്ള വിരല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ പിടിച്ചോ, നല്ല വിരലിൽ പിടിച്ചോ. ഇതാ ഈ ഒരു തള്ള വിരല് മതി ഇദ്ദേഹത്തിന് ഒരു 90 സെക്കൻഡിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പിന്നെ കാലുകൊണ്ട് ഒരു ബാക്കിൽ ഒരു കിക്കിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മർമ്മസ്ഥാനത്തേക്ക് കാലുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആളപ്പുറത്ത് ചുമരും പൊളിച്ച് അപ്പുറത്ത് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ആക്രമിക്കാൻ വരുന്നവനോടും നല്ല രീതിയിൽ നമ്മൾ അവനോട് പെരുമാറുക എന്നുള്ളതാണ് നമ്മുടെ കലയുടെ പ്രത്യേകത. പാരമ്പര്യ കലയുടെ ഒരു പ്രത്യേകത എന്താണ്? ആക്രമിക്കാൻ വരുന്നവരോടും നല്ല രീതിയിൽ സംസാരിച്ച് അവനെ ബോധ്യമാക്കി കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക്. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ പാരമ്പര്യമായ കലയുടെ രീതി. അപ്പോൾ പരിശീലിക്കുമ്പോൾ നമ്മൾക്ക് നല്ല പരിശീലനത്തിൽ പഠിക്കുമ്പോൾ ഒരാൾ നല്ല രീതിയിൽ പരിശീലിക്കുന്നവരായിരിക്കണം, നല്ല സ്വഭാവത്തിൽ പരിശീലിക്കണം, മാതൃകപരമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ഈ പരിശീലനങ്ങൾ പഠിക്കുമ്പോൾ അതിലായിട്ട് ഇമ്പോർട്ടായിട്ടുള്ള വിഷയം അതാക്കിയാണ്. നല്ല രീതിയിൽ പരിശീലിക്കുവാൻ പഠിക്കണം, നല്ല മാതൃകപരമായി പഠിക്കണം. നമ്മുടെ കേരളത്തിൽ മക്കളെന്ന് പറയുമ്പോൾ അത് കേരളത്തിലുള്ളവർ അതെവിടെയുള്ളവരാണെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയം പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ 10 പേരിൽ എങ്ങനെയാണോ 10 പേരിൽ പോലെ തന്നെയാണ് നമ്മൾക്ക് എല്ലാവരും. അപ്പോൾ ശത്രു എന്ന് പറയാൻ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു എന്ന് പറയുന്നത് മനുഷ്യനല്ല. ശത്രു ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് കാണാൻ കഴിയാത്തൊരു ശത്രു ഉണ്ട്. അവനാണ് ശത്രു. അവനാണ് നമ്മളെ നശിപ്പിച്ച് കളയുന്നത്. അവനെയാണ് നമ്മൾ ശത്രു എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യനെ ഒരിക്കലും നമ്മൾ ശത്രു എന്ന് പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശത്രു ആക്രമിക്കാൻ വന്നാൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കളരിയിലെ ഒരു രീതിയാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷേ യഥാർത്ഥ ശത്രു മനുഷ്യനല്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതാണ് ശത്രു, എവിടെയാണ് ശത്രു എന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാകുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകണം. നമ്മളെ പെട്ടെന്ന് നശിപ്പിച്ച് കളയുന്നവർ, കാരണം നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നവനാണ് ശത്രു. ജീവിതത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക? മദ്യപാനത്തിലൂടെയും പല രീതിയിലും നമ്മളെ നശിപ്പിക്കുന്ന ഒരു ഭൂമിയിൽ ഒരുത്തനുണ്ട്. അവനാണ് യഥാർത്ഥ ശത്രു. അല്ലാതെ കൂടെ നിൽക്കുന്നവരല്ല ശത്രു. പിന്നെ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ കയറി നമ്മൾ 4 പട കൊടുക്കുന്നത് അതൊന്നുമല്ല ശത്രു. ശത്രു എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇമ്പോർട്ടായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ബേസിക്കലി ഞാൻ പറയുന്നത്. നമ്മുടെ പാരമ്പര്യമായ കളരികളിൽ പഠിപ്പിക്കേണ്ട ഒരു വിഷയം എന്താണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവനായിരിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ മാധുര്യം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നല്ല മനുഷ്യനാകണമെങ്കിൽ നമ്മളൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനായി തീരുമ്പോഴാണ് നമ്മൾക്ക് ആ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പരിശീലിക്കുക. നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു രീതിയിലുള്ള ഒരു അക്രമം വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് അവനും ഒരു അക്രമത്തിലേക്ക്, അവനെയും മരണത്തിലേക്കോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവനെ ശരീരത്തിനെ നശിപ്പിച്ചു കളയാനല്ല ഞാൻ പറയുന്നത്. സിമ്പിളായിട്ട് അവനെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ട് നമ്മൾക്ക് പോകുന്ന വഴി കൂടെ പോകാം. അപ്പോൾ അവനും അപകടമില്ല, നമ്മൾക്കും പ്രശ്നവുമില്ല. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഒന്ന് പിടിച്ച് ഇങ്ങനെ കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹം കഴുത്തിൽ പിടിച്ചതുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതുകൊണ്ട് പുള്ളി എൻ്റെ ശത്രുവാണ്, ഞാൻ പുള്ളിയെ കൊല്ലണം, അതല്ല നമ്മൾ പഠിക്കേണ്ടത്. ശത്രു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞല്ലോ ശത്രു ആരാണെന്ന്. അപ്പോൾ വിവൻ ശത്രുവാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും ആ രീതിയിൽ നിന്ന്, അവൻ്റെ സ്വഭാവ രീതിയിൽ നിന്ന് മാറി നല്ല രീതിയിലേക്ക് മനുഷ്യൻ വരും. അതിന് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ഇമ്പോർട്ടൻ്റ് വിഷയമുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അപ്പോൾ അവന് അപകടമില്ല, നമ്മൾക്കും അപകടമില്ലാതെ നമ്മൾക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാം. അവനെ ഒരു മരണകരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇല്ലെങ്കിൽ അവനെ തകർത്ത് കളയുവാനോ എല്ലാം നമ്മൾ പഠിക്കേണ്ടത്. എത്ര ബലമുള്ള ആണെങ്കിലും പെട്ടെന്ന് ഒരു 90 സെക്കൻഡിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ ഈ വീഡിയോ കാണുന്ന, യൂട്യൂബ് ചാനൽ കാണുന്ന, ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എല്ലാ കലകളും കാണുന്ന സഹോദരന്മാർ, നിങ്ങളോട് ഞാനൊരു വിഷയം പറയട്ടെ. ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ് ശത്രു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജീവിതം എന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം മാത്രമല്ല, വേറെയും ജീവിതങ്ങളുണ്ട്. ആ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നമുക്ക് ഇതെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു രക്ഷപ്പെടുന്ന രീതിയെക്കുറിച്ചാണ് നമുക്ക് കാണിക്കുന്നത്. ഇതെങ്ങനെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു ബേസിക്കിലാണ് നമുക്ക് കാണിച്ചു തരാൻ. നമുക്ക് അതിൽ തന്നെ ഒരു ബേസിക്കിൽ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് പിടിച്ച് ഇങ്ങനെ കഴുത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ കൈ ലോക്ക് ചെയ്തിട്ട് പിടിക്കും. ഉള്ളിൽ കൈയിട്ട് ലോക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുക എന്നുള്ള രീതിയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ പാരമ്പര്യമായ കലകളിൽ മർമ്മ കളരിയിലുള്ള ഒരു പരിശീലനത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ സഹോദരൻ എൻ്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് നമ്മളവരെ ആക്രമിക്കാനല്ല, കഴുത്തിൽ ഇങ്ങനെ ശത്രു വന്നു കഴിഞ്ഞാൽ അവനെ ആക്രമിച്ച് തകർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അവനിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വെടിപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. സ്ത്രീകൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന്, വയസ്സായവർക്കൊക്കെ ഇത് പെട്ടെന്ന് നമ്മൾ കയറി ഇങ്ങനെ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയെക്കുറിച്ചാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നോക്കി തന്നെ ഒരൊറ്റ വിരൽ മതി, ഇതാ കള്ള വിരൽ മാത്രം മതി, ഒരേ ഒരു വിരൽ മതി. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കൈ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. എത്ര ബലത്തിൽ പിടിച്ചാലും സിമ്പിളായിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമസ്കാരം.